ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കസാക്കിസ്ഥാനിലെ ഡേ 2 ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഡേ 1 ട്രിപ്പിൻ്റെ വീഡിയോ കാണാത്തവർ നേരെ അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഡേ 2 ട്രിപ്പിലെ നമ്മുടെ മെയിൻ ഫോക്കസ് കാനിയോൺ ആയിരുന്നു. കാനിയോൺ അത്യാവശ്യം നല്ല ദൂരം പോകാനുള്ളത് കൊണ്ട് 3 ലൊക്കേഷനാണ് നമ്മൾ കവർ ചെയ്തത്: കാനിയോൺ, ബ്ലാക്ക് കാനിയോൺ ആൻഡ് കോൾസായി ലേക്ക്. നമ്മളിപ്പോൾ പോകുന്നത് മൗണ്ടനിലേക്കാണ്. റോഡ് നമുക്കൊന്നും കാണുന്നില്ല, ഫുൾ ഐസും സ്നോയുമായിട്ട് കവേർഡാണ്. നമ്മളുടെ നാട്ടിൽ ഈ പാടത്തൊക്കെ പശുവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതല്ലാതെ ഇവിടെ കുതിരയൊക്കെ നിൽക്കുന്നത്. ഇവരുടെ ഇവിടെ ഈ 20 മില്യൺ കുതിരകളുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ നാഷണൽ ഫുഡ് തന്നെ ഹോഴ്സ് മീറ്റാണ്. പിന്നെ ഇവർ കുടിക്കുന്നത് ഹോഴ്സ് മിൽക്കാണ്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇവർ പറയുന്നത് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ എത്തുന്നത് ചൈനയിലാണെന്നാണ്. നമ്മൾ നേരെ എത്തുന്നത് ചൈനയിലാണ്. പോകുന്ന റൂട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. സ്നോയും ഐസും മൂടി കിടക്കാണ്. പക്ഷേ ഇവിടെ സമ്മർ ടൈമിൽ ടൊമാറ്റോയും കോണൊക്കെ കൃഷി ചെയ്യുന്ന ഏരിയ എന്നാണ് പറയുന്നത്. ഇത് ചാരിൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടിയിൽ നിന്ന് ഏകദേശം 210 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പാറകൾ ഇരുണ്ട നിറത്തിലുള്ളതും ആഴമുള്ളതുമായതിനാൽ ബ്ലാക്ക് കാനിയോൺ എന്ന പേരാണ് ലഭിച്ചത്. കാനിയോൺസിൻ്റെ വക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഗഹനമായ താഴ്വരയും ചാരിൻ നദിയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സാധാരണമായി ടൂറിസ്റ്റുകൾ കാഴ്ച ആസ്വദിക്കാൻ, ഫോട്ടോഗ്രാഫിക്കായി, പ്രകൃതി സഞ്ചാരത്തിനായി എത്താറുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്കാളും ഇവിടെ ഹൈക്കിംഗ് സൗകര്യങ്ങൾ കുറവാണ്. കാരണം കാനിയോൺ വളരെ കുത്തനെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ പ്രകൃതി കാഴ്ചകളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്ലാക്ക് കാനിയോൺ ഒരു മികച്ച സ്ഥലമാണ്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്ലാക്ക് കാനിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട്. -6 ഡിഗ്രി എന്താണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. താഴത്തൊക്കെ വെള്ളം കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. സൈഡിലൊക്കെ ഐസ് ഫ്രീസായിട്ട് നച്ച് സ്ലിപ്പാവും. ഇങ്ങ് വാ ഐസ് കട്ട പിടിച്ചിട്ട് അയ്യോ ഭയങ്കര ഭംഗി കാണാനായിട്ട്. അവിടുത്തെ മലയൊക്കെ നച്ചു സ്നോ വീണിട്ട് മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോ കോൾസായി ലേക്ക് കാണാൻ വന്നേക്കാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഫുള്ള് മഞ്ഞാന്ന്, ഒന്നും കാണുന്നില്ല. ഭയങ്കര തണുപ്പ്, -6 ഡിഗ്രി തണുപ്പാണ്. നമ്മളിപ്പോ കോൾസായി ലേക്ക് കാണാൻ വന്നേക്കാണ്. ഫുള്ള് മഞ്ഞാന്ന്, ചുറ്റും ഇത് നോക്ക്, ഫുള്ള് മഞ്ഞില് കുളിച്ച് നിൽക്കുകയാണ്. മൗണ്ടൻസ് ഒന്നും കാണുന്നൊന്നുമില്ല. എൻട്രി ഫീ ഉണ്ട്, അപ്പോൾ അത് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് ആള്. നമ്മളുടെ ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ട്രിപ്പാണ്. ആക്ച്വലി നച്ചു ഈസ് 5 years old ടുഡേ. സോ അതിൻ്റെ സ്പെഷ്യൽ ട്രിപ്പായിരുന്നു ഇത്. ആക്ച്വലി നാഷണൽ പാർക്കിലേക്ക് കയറിയിട്ടുള്ളത്. അത് കയറാനുള്ള ടിക്കറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ലേക്ക് വരുന്നത്. ആൾ പറയുന്നത് വെച്ചിട്ട് ഇവിടെ കുറേ അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്നോ ടൈഗർ, ബെയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കവ് എല്ലായിടത്തും ഉണ്ട്. കവും ഹോഴ്സും ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണുന്നത്. ഷീപ്പ് ഉണ്ട്.
ഷീപ്പിന് ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട്. കൗവും ഹോഴ്സും നിന്നിട്ട് കൗവാണോ ഹോഴ്സാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ കൗവ് പോലെയല്ല ഇവിടുത്തെ കൗവ്. ഇവിടെ ഫുള്ള് നല്ല കട്ടി ഹെയറായിട്ടൊക്കെ കുറേ ഹെയറി ആയിട്ടുള്ള കൗവാണ് ഇവിടെ കാണുന്നത്. ഞാൻ ക്ലോസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോൾസായി ലേക്ക് വ്യൂവിലാണ്. ലേക്ക് ചെറുതായിട്ട് കാണാത്ത പോലെ, അത് ഫുള്ള് ഐസായിട്ടുള്ളത്. നമ്മൾ നടന്ന് പോകുന്ന വഴി മൊത്തം ഐസായിട്ടുള്ളത്. ഐസിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. നല്ല സുഖമുണ്ട് നടക്കാൻ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാലൊക്കെ നല്ല മരവിച്ച് തുടങ്ങും. Guys, no, guys, no, guys, no, guys, no, guys. ലച്ചു മൂടിയില്ലേ? Guys, no, no, no. ഇത്ര അടുത്ത് മഞ്ഞ് കണ്ടിട്ടുണ്ടോ? മഞ്ഞ്. ഓ, ഇത് നോക്ക്. നമ്മളിവിടെ വന്നിറങ്ങിയ സമയത്ത് അത്ര തണുപ്പ് തോന്നിയില്ല. പക്ഷെ ഇവിടെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ മൂക്കൊക്കെ നല്ല ഫ്രീസായി, കയ്യും അനങ്ങാത്ത പോലെയായി. ഈ ബാക്കിൽ കാണുന്നതാണ് ആക്ച്വലി ലേക്ക്. ഒന്നും കാണുന്നില്ല. ലേക്ക് ഇപ്പോൾ ഐസായി കിടക്കുകയാണ് ഫുള്ള്. പക്ഷെ അങ്ങ് എന്തെന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സൂര്യൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെൽട്ടാവും. പക്ഷേ ഇത് വിൻ്റർ ടൈമിൻ്റെ അവസ്ഥ ഇതാണ്. സമ്മർ ടൈമിലാണെങ്കിൽ ഇവിടെ ഫുൾ ഗ്രീനറി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ സ്നോ കാണുന്ന ഏരിയ ഫുൾ ഗ്രീനായിരിക്കും. ഒരു സ്വിറ്റ്സർലാൻഡ് ഫീലായിരിക്കും ഇവിടെ. അതും ഗ്രീനറിയിൽ ബ്ലൂ കളറിലെ വാട്ടർ ആയിരിക്കും. അപ്പോൾ ഊഹിക്കാമല്ലോ എത്ര ഭംഗിയായിരിക്കുമെന്ന്. ഇപ്പോൾ നമ്മൾ വിൻ്റർ ടൈമിൽ വന്ന കാരണം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. വിൻ്റർ ടൈമിൽ വന്ന കാരണം ഇവിടെ ഒന്നും കാണുന്നില്ല ആക്ച്വലി. പക്ഷെ ഇതൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വേറൊരു ഭംഗി. വിൻ്റർ ടൈമിൽ വേറെ ഭംഗി, സമ്മർ ടൈമിൽ വേറെ ഭംഗി. കുറേ ആക്ച്വലി നടന്നിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മുകളിൽ കുറേ കുതിരനെ വെച്ചിട്ടുണ്ട്. ഇവരുടെ മെയിൻ സംഭവമാണ് കുതിര. അപ്പോൾ കുതിര കയറി താഴത്തേക്ക് ഇറക്കി എന്തോ വെള്ളത്തിൽ കൂടെയൊക്കെ പോയി അങ്ങനെ ഒരു 45 മിനിറ്റ്സ് എന്തോ കുതിരപ്പുറത്ത് കയറിയിട്ട് നമുക്ക് റൈഡ് പോകാൻ പറ്റും. പക്ഷേ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുതിര റൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ബാർഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുതിര എടുത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റെപ്സ് വഴി ഇറങ്ങിയിട്ട് നോക്കിയിട്ട് തിരിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ കാക്കയുള്ളത്, ഇവിടെയും കുറേ കാക്കയുണ്ട്. പക്ഷേ ലുക്ക് കുറച്ച് കാണാൻ നല്ല വ്യത്യാസമുണ്ട്. നല്ല ഉരുണ്ട് നല്ല ബ്ലാക്ക് കളറിലെ കാക്കയാണ് ഇവിടെ ഉള്ളത്. ഇതാ കണ്ടറിയില്ല, കാണുന്നുണ്ടാവില്ല. ആ സൈഡിൽ മൊത്തം ഇരിക്കുന്ന കാക്കയാണത്. ഇവിടെ വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ലോക്കൽസിന് അങ്ങനെ ഇംഗ്ലീഷ് അത്ര അറിയുന്ന ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഗൂഗിൾ കൺവേർട്ടറൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ പറയുന്നത് നമ്മൾ കൺവേർട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഇപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയാലും അവിടെ ഇംഗ്ലീഷിലുള്ള മെനു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ശരിക്കുള്ള ലേക്ക് പറയുന്നത്. സ്ലിപ്പറിയാണ് ഫ്ലോറ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് മാത്രം നോക്കി നടന്നാൽ ഞാനിപ്പോൾ താഴെ ഉണ്ടാവും. സ്ലിപ്പറിയാണ് നല്ലോണം. ഇതാണ് ഫ്രോസൺ. എത്രമാത്രം തണുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ ഇത് ഫ്രോസണാണ്.
നമുക്കിവിടെ കസാക്കിസ്ഥാൻ്റെ ട്രഡീഷണൽ വെയറൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊക്കെ റേറ്റ് തന്നെ റേറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത്. ഇവരുടെ ടീ ആണിത്. ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ട്രഡീഷണൽ ചായ. നാരങ്ങയുണ്ട്, മിന്നും പുതിനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പുതിനയും നാരങ്ങയുടെയും ടേസ്റ്റാണ്. ഇത് നമ്മളുടെ നാട്ടിലെ മോമോസ് പോലത്തെ ഡംപ്ലിങ്സ് പോലത്തെ. ഇത് ബീഫ് ഫില്ലിങ്ങാണ്. വേറെ ഇവിടെ ട്രഡീഷണൽ ഒരു റൈസുണ്ട്. ബീഫ് റൈസാണ്. ബീഫ്, ക്യാരറ്റ്, കടലയൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല ചേച്ചി ഗൈസ്, നമ്മളിപ്പോൾ ക്യാനോൺ കാണാൻ പോവാണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, വിറക്കുന്ന തണുപ്പുണ്ട്. നമ്മളിപ്പോൾ കാണാനായിട്ട് ഇറങ്ങിയേക്കാം ഇങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ സ്റ്റേഴ്സ് കാണുന്നുണ്ടോ? ആ വഴി താഴത്തേക്ക് ഇറങ്ങി പോകാനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്യാനോൺ കാണാമെന്ന്. ഒന്നും മനസ്സിലാവില്ല ഇവരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഈ സ്റ്റെപ്സ് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് നമ്മളുടെ ക്യാനിയോൺ. വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഇങ്ങനെ സ്നോ ഒക്കെ, മല കാണുന്നില്ലാത്ത പോലെ സ്നോ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല തണുപ്പുണ്ട്, പറയുന്ന പോലെയല്ല, ഭയങ്കര തണുപ്പാണ്. നമ്മളിപ്പോൾ ക്യാനിയൻ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്സ് ഫുള്ള് ഇറങ്ങിയിട്ട് നമ്മൾ എത്തുന്നതാണ് ക്യാനിയൻ. അവിടെ ചെന്നിട്ട് എന്താ കാഴ്ചയെന്ന് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് മൗണ്ടൻ ഫുള്ള് സ്നോയിൽ മൂടി കിടക്കുകയാണ്. എനിക്കൊന്ന് -7 ഡിഗ്രി സെൽഷ്യസ് എന്താണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് വരുന്നത്. പിന്നെ കോടയും മൂടിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ജനുവരി ടൈമിൽ, അകത്ത് വെച്ചാലും കേൾക്കൂല തോന്നുന്നു, ജനുവരി ടൈമിൽ ഫുള്ള് ഫോഗായിരിക്കും എന്നാണ് പറയുന്നത് ഈ റോഡ്. അത്യാവശ്യം ഒരു നമ്മുടെ ജബൽഹത്തൊക്കെ ഒമാനിലെ അതുപോലെയാണ്. ജബൽഹത്ത്, ജബൽ ഷംസ് പോലത്തെയൊക്കെ ആ ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ അത്രയും തണുപ്പുണ്ടെങ്കിൽ ഇവിടുത്തെ തണുപ്പ് ഊഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ തണുപ്പാണ്. ഗ്ലൗസ് ഇട്ടിട്ടും കൈയൊക്കെ നല്ല രീതിയിൽ മരവിക്കുന്നുണ്ട്. ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട്, ആ തണുപ്പുണ്ട്. ഇതാണ് ഗ്രാൻഡ് ക്യാനിയോൺ എന്ന് പറയുന്നത്. സ്നോ നല്ലോണം വീണ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ തണുപ്പുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാനിയോൺ. ഇതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാനുണ്ട്. കൈയൊക്കെ ഈ ഗ്ലൗസ് ഇട്ടിട്ട് നല്ല രീതിയിൽ മരവിച്ചിട്ടുണ്ട്. തിരിച്ച് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വണ്ടിയുണ്ട്, 500 ടാങ്കോ അങ്ങനെ എന്താണ്ടാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരിക. അത് കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ വ്യൂ രക്ഷയില്ല, വ്യൂ അടിപൊളിയാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന വഴിയും, പോകുന്ന വഴിയൊക്കെ മഞ്ഞാണ്. മലയിലും നടക്കുന്ന വഴിയിലൊക്കെ മഞ്ഞാണ്. തെന്നി വീഴുമെന്ന് അറിയത്തില്ല, നല്ല സ്ലിപ്പറിയുമാണ്. അതൊക്കെ സൂക്ഷിക്കണം. പക്ഷെ അത്യാവശ്യം അങ്ങോട്ടുണ്ട്.
ഇത് നടന്നെത്താനായിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനാണ് ബുദ്ധിമുട്ട്. ഗ്ലൗസ് ഊരാതെ വീഡിയോ മര്യാദക്ക് എടുക്കാനും പറ്റില്ല. ഗ്ലൗസ് ഊരി കഴിഞ്ഞാൽ കൈ ചത്തു, പിന്നെ കൈ അനങ്ങൂല, ആ അവസ്ഥയാണ്. ഇത് നോക്ക്, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് എഗെയിൻ അങ്ങോട്ടേക്ക് നടക്കാൻ തന്നെ. One eternity later. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ നോക്ക്, വേറെ വേറെ കുറേ കളേഴ്സും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ മോനെ നോ. അങ്ങനെ നമ്മുടെ ക്യാനിയോണിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് തിരിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അത്യാവശ്യം നല്ല ദൂരം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കുകയാണ് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത സ്പോട്ട് വരെ വണ്ടിയിൽ ഇതിലും 500 ടെങ്ക് ആണ് റേറ്റ് ആവുന്നത്. എന്നാലും മോശമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഡേ 2ലെ വിശേഷം. ഇനി ഡേ 3ലെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.